ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ പത്തിരിക്ക് ചെയ്യുന്നത് പോലെ തിളച്ച വെള്ളം നമുക്ക് വേണ്ട, അതുപോലെ തന്നെ പൊടി വാട്ടാനോ കുഴക്കാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആദ്യമായിട്ടൊക്കെ ഒരു പത്തിരി ഉണ്ടാക്കുന്നവർക്ക് വരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പത്തിരിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന ഏത് പൊടിയും എടുക്കാം കേട്ടോ. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ. 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 2 ഗ്ലാസ് ചോറ് എന്ന അളവിലാണ് എടുക്കേണ്ടത്. അപ്പോൾ മിക്സിയിലേക്ക് ചോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് നിർത്തിയിട്ട് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലോണം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കുഴച്ച പോലെ കിട്ടും കേട്ടോ. നല്ല ഉരുട്ടാൻ പാകത്തിന് നമുക്കിതുപോലെ കിട്ടും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കുഴക്കൊന്നും വേണ്ട. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തിളച്ച വെള്ളമൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ബോൾസാക്കി മാറ്റാം കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചോറ് നല്ല കുഴഞ്ഞ ചോറ്, അതായത് നല്ല വെന്തിട്ടുള്ള ചോറിൻ്റെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ബോൾസാക്കിയിട്ട് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അതിൽ ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതിനെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരി എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഓരോ പത്തിരിയും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയിൽ ഇതുപോലെ തട്ടിയെടുക്കണം കേട്ടോ. അതിലുള്ള ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാ പത്തിരിയും ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ സാധാരണ പത്തിരി ചുട്ടെടുക്കുന്ന പോലെ പാൻ ചൂടാക്കിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ സാധാരണ പത്തിരി പോലെ തന്നെ നല്ല പോലെ പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഈസി ആയിട്ടുള്ളൊരു പത്തിരിയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പത്തിരിയാണ്. നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് പത്തിരി ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാളൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് അത് കളയാതെ നമുക്കിതുപോലെ യൂസ്ഫുൾ ആക്കാനൊക്കെ പറ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്